അമേരിക്കൻ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവന്നത് ഈ വെടിനിർത്തൽ കരാർ ആദ്യം പുറത്തുവിടുന്നത് ഡൊണാൾഡ് ട്രംപാണ്. തന്റെ ട്വീറ്റിലൂടെ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയം പുറം ലോകത്തെ അറിയിക്കുന്നു. തുടർന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നു. പിന്നീട് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്യുന്നു. പിന്നീടാണ് രാത്രിയിൽ വെടിനിർത്തൽ ലംഘനവും മറ്റും ഉണ്ടായത്. പാകിസ്ഥാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ വിഷയത്തിലടക്കം അമേരിക്ക ഇടപെട്ടത് എന്ന വിവരം കൂടി പുറത്തു വരുന്നു. ഇതിനിടയിൽ ഇന്നലെ പാകിസ്ഥാന്റെ സൈനിക നേതൃത്വമൊക്കെ ഇന്ത്യയുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. വെടിനിർത്തൽ കരാർ അടക്കം മുന്നോട്ട് വെക്കണം, അല്ലെങ്കിൽ അത് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്ന കാര്യത്തിൽ ഇന്ത്യക്ക് ഈ വിഷയത്തിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച നിലപാടുകൾ വളരെ സുവ്യക്തമായിരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ വധിക്കാൻ ശ്രമമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ജയിലിൽ കഴിയുന്ന ഇമ്രാനെ കൊലപ്പെടുത്താൻ നീക്കം നടത്തുന്നതായാണ് വിവരം. പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറാണ് പിന്നിലെന്നാണ് റിപ്പോർട്ട്. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇമ്രാൻഖാൻ മാസങ്ങളായി ജയിലിലാണ്. ഈ യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ രാജ്യം നിൽക്കുമ്പോഴും ഇമ്രാൻഖാന്റെ അനുയായികൾ അവിടെ ഉടനീളം ആഭ്യന്തര തലത്തിലുള്ള അവരുടെ പ്രതിഷേധമൊക്കെ നമ്മൾ ധാരാളമായി കണ്ടിരുന്നു. ഇതിനിടയിലാണ് ഇത്തരമൊരു റിപ്പോർട്ടുകൾ. പാകിസ്ഥാനാണ്, എന്തും സംഭവിക്കാം, ആരുടെ ജീവനും സുരക്ഷയില്ലാത്ത ഒരു രാജ്യമാണ്. ഇപ്പോൾ എന്താണ് ഇമ്രാനെതിരെയുള്ള പുതിയ നീക്കം? രഞ്ജിത്ത്, നേരത്തെ തന്നെ ഇമ്രാൻഖാന്റെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇമ്രാൻഖാന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന തരത്തിലുള്ള ആരോപണം നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതിൽ അദ്ദേഹം കഴിയുന്ന അടിയാല ജയിലിന് മുൻപ് വശത്തായി ചില ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ ഇതിന് ആധാരമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാനെ വകവരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ്. ഇതിന് പിന്നിൽ പാകിസ്ഥാൻ സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീറാണ് ഇതിന് പിന്നിലെന്നാണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഇദ്ദേഹത്തിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനം ഇമ്രാൻഖാന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അന്നൊക്കെ തന്നെ നേരിട്ടൊരു ശീതയുദ്ധത്തിലേക്ക് പോയില്ല എങ്കിൽ പോലും തന്നെ ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ മറന്നേക്ക് പുറത്തു വരികയും ചെയ്ത കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതാണ്. അത് പലതവണ വാർത്താമാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനുശേഷമാണ് പിന്നീട് ഇമ്രാൻഖാൻ ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷാവസ്ഥയിൽ വലിയ രീതിയിൽ ഇമ്രാൻഖാന്റെ PTI പാർട്ടി പ്രധാനമായും ഈ ഒരു യുദ്ധത്തിലേക്ക് പോകരുത്, അത് പാകിസ്ഥാൻ ജനത ആഗ്രഹിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് PTIയുടെ പ്രധാനപ്പെട്ട MPമാരിൽ ഒരാൾ പാർലമെന്റിൽ തന്നെ, അവരുടെ നാഷണൽ അസംബ്ലിയിൽ തന്നെ പ്രധാനമായും ഇത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ട്, അദ്ദേഹത്തെ വകവരുത്താനുള്ള ഒരു നീക്കമാണ്. അതായത് മുൻകാലങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാനിൽ സൈനിക അട്ടിമറി നടന്നതിലൂടെ പിന്നീട് സൈനിക മേധാവി അല്ലെങ്കിൽ സൈന്യം ഭരണം പിടിച്ചെടുത്തിട്ട് ഉള്ള പശ്ചാത്തലമുണ്ട്. 3 തവണയാണ് ഇതിനു മുമ്പ് പാകിസ്ഥാൻ സൈനിക അട്ടിമറിയിലൂടെ പാകിസ്ഥാന്റെ ഭരണം കൈകാര്യം ചെയ്യുന്നത്. അത് ആദ്യം നമുക്കറിയാം 1958 അത് പിന്നീട് 1977 യുദ്ധത്തിൽ സുൽഫിക്കർ അലി ഭൂട്ടോയെ തകർത്തുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് ജനറൽ സിയാ ഉൾ ഹഖ് ആയിരുന്നു ആദ്യം ഇത്തരത്തിൽ ഭരണം പിടിക്കുകയും പിന്നീട് അദ്ദേഹം 13 വർഷത്തോളം ഭരണം കൈകാര്യം ചെയ്ത് ഒപ്പം തന്നെ സുൽഫിക്കർ അലി ഭൂട്ടോയെ തൂക്കിലേറ്റുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ 2 ഭരണാധികാരിയെ തൂക്കിലേറ്റിയ പശ്ചാത്തലമുള്ള ഒരു നാട് കൂടിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് അത്തരത്തിൽ ഇമ്രാൻഖാനെയും മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെയും ആ രീതിയിൽ വകവരുത്താനുള്ള ഒരു ശ്രമമാണ് അസീം മുനീറിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അത്തരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതൊരു അനൌദ്യോഗിക വിവരങ്ങളാണ്, അതിൻ്റെ ഒരു വ്യക്തത നമുക്ക് തേടേണ്ടതായിട്ടുണ്ട്. ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും തന്നെ PTI നേതാക്കൾ അത് വലിയ രീതിയിൽ ഭയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കഴിയുന്ന അടിയാല ജയിലിൽ കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു ഡ്രോണിന്റെ സാന്നിധ്യം കാണുന്നത്. അത് അദ്ദേഹം കഴിയുന്ന ജയിലിന് സമീപമായിട്ടാണ് ഡ്രോണിന്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തത്. അത് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള നീക്കമാണ് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതിൽ ഇനി ഒരു ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ് വരേണ്ടതായിട്ടുള്ളത്. അതായത് നിലവിൽ ഇദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ഉൾപ്പെടെയുള്ള PTIയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അതിന്റെ ആവശ്യം നേരത്തെ തന്നെ സർക്കാരിന് മുന്നിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ സൈന്യത്തിന് ഇതിന് ഒരു വിയോജിപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മോചനം നീളുന്നതെന്നുള്ള ആരോപണം അവർ പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്തിറക്കുന്നതിന് മുമ്പ് തന്നെ വകവരുത്താനുള്ള നീക്കമാണ് അസീം മുനീറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അത് ഒരുപക്ഷെ സ്ഥിരീകരിക്കാവുന്നതായിരിക്കാം. കാരണം നമുക്ക് നേരത്തെ അറിയാം, എത്രയോ സൈനിക മേധാവികൾ കൊല്ലപ്പെട്ട, രാഷ്ട്രീയ നേതാക്കൾ കൊല്ലപ്പെട്ട, അസ്ഥിരമായ പല നേതാക്കളും ജയിലിൽ കഴിയുന്നത്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവാണ് ഇമ്രാൻഖാൻ പോലും ജയിലിൽ കഴിയുന്ന പശ്ചാത്തലം പാകിസ്ഥാനിലുണ്ട്. അവിടെയാണ് ഇമ്രാന്റെ അനുയായികൾ, വലിയ അനുയായി വൃന്ദമുള്ള ഇമ്രാൻഖാന്റെ അനുയായികൾ വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തിയ പശ്ചാത്തലം ഉണ്ടാകുന്നത്. ഇതിനിടയിൽ നേരത്തെ സയ്യിദ് പറഞ്ഞതുപോലെ അസിം മുനീർ അവിടെ
അധികാരം പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം അമേരിക്ക അടക്കം സംസാരിക്കുന്നത് പാകിസ്ഥാന്റെ സൈനിക നേതൃത്വമാണ്. ഈ വെടിനിർത്തൽ കരാർ അടക്കമുള്ള കാര്യങ്ങളിൽ സൈനിക നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് ഉണ്ടായ ആക്രമണവും മറ്റും. അങ്ങനെ ആകെ അസ്ഥിരമായ പാകിസ്ഥാനെ വീണ്ടും കലാപകലുഷിതമാക്കാനല്ലേ ഇത്തരം ശ്രമങ്ങൾ പ്രയോജനപ്പെടുകയുള്ളൂ? രജിത്ത്, തീർച്ചയായും. അതായത് ഈ ഇന്ത്യ പാക് സംഘർഷം ഉടലെടുക്കുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിൽ ആഭ്യന്തര കലാപം പാകിസ്ഥാനിൽ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സംഘർഷം നടക്കുന്നിടയിൽ തന്നെ BLA ആർമി, ബലൂച്ച് ലിബറേഷൻ ആർമി വലിയ രീതിയിൽ ആഭ്യന്തര കലാപം പലയിടങ്ങളിലും നടത്തുന്നു. കൊറ്റയടക്കമുള്ള നഗരങ്ങൾ പിടിച്ചെടുക്കുന്ന വാർത്തയും സൈനിക വാഹനങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണവും ഒക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നൊരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിൽ പട്ടാളം, അതായത് സൈന്യം എന്ത് തീരുമാനിക്കുന്നു, സൈന്യം തീരുമാനിക്കുന്ന സർക്കാർ ഭരിക്കുന്ന ഒരു നാട് കൂടിയാണ് പാകിസ്ഥാൻ. ഇന്ത്യയെ സംബന്ധിച്ച് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാർ ആണ് ഇത്തരത്തിൽ സൈന്യത്തെ തീരുമാനിക്കുന്നത്. അതിനൊപ്പം നിൽക്കുന്ന സൈന്യമാണ് എങ്കിൽ പാകിസ്ഥാനിൽ നേരെ തിരിച്ചാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായി നമുക്കറിയാം 1958 ഇത്തരത്തിലൊരു അട്ടിമറി സൈന്യം നടത്തുന്നത്. അന്ന് മുഹമ്മദ് അയൂബ് ഖാൻ ഇത്തരത്തിൽ പട്ടാള മേധാവിയായിരുന്നു. അദ്ദേഹം പിന്നീട് 13 വർഷക്കാലമാണ് ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ടുപോയത്. സൈനിക മേധാവിയായിരുന്ന കാലത്ത് ഭരിച്ചുകൊണ്ടുപോയത്. പിന്നീട് 77 ജനറൽ സിയാഉൽ ഹക്ക് സുൽഫിക്കർ അലി ഭൂട്ടയെ അട്ടിമറിക്കുകയും പിന്നീട് 11 വർഷക്കാലം ഭരണം കൈയാളുകയും സുൽഫിക്കർ അലി ഭൂട്ടയെ പിന്നീട് തൂക്കിലേറ്റുകയും ചെയ്തൊരു പശ്ചാത്തലമുള്ള രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ഏറ്റവും ഒടുവിൽ 1999 ജനറൽ പർവേഷ് മുഷറഫാണ് ഒടുവിലത്തെ അട്ടിമറിയിലൂടെ രാജ്യത്തെ പാകിസ്ഥാനെ പിടിച്ചടക്കുന്ന സൈന്യ മേധാവിയായി മാറിയത്. 2008 വരെ ഈ ഭരണത്തിൽ കൈയാളിയിരുന്നത് ഈ പർവേഷ് മുഷറഫ് തന്നെയായിരുന്നു. ശേഷം പിന്നീടെത്തിയ മേധാവിമാരിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് ഇപ്പോൾ അസീം മുനീർ. അതേ നീക്കം അസീം മുനീറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതുതന്നെയാണ് PTA ഉൾപ്പെടെയുള്ളവർ ഭയക്കുകയും ചെയ്യുന്നത്. കാരണം തങ്ങളുടെ നേതാവിനെ ഇമ്രാൻഖാനെ വകവരുത്തി ശേഷം പാകിസ്ഥാനിൽ ഒരു അട്ടിമറി നീക്കം നടത്തിക്കൊണ്ട് സൈന്യം വീണ്ടും ഭരണം പിടിച്ച് അടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. ഈ പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള സംഘർഷം പോലും നടക്കാനുള്ള തീരുമാനം അത് അസീം മുനീറിന്റെ ഒരു നീക്കത്തിന്റെ പിന്നിൽ ഇത് തന്നെയാണ്. ഈ രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ആ ഒരു അജണ്ടയുടെ ഭാഗമായി, ആ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഇതിനെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അസീം മുനീർ നടത്തുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് പ്രധാനമായും അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നതെന്നാണ് അവർ ആരോപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആഭ്യന്തര കലാപം അടക്കം രൂക്ഷമായിട്ടുള്ള പാകിസ്ഥാനിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു അട്ടിമറി 99 ശേഷം വീണ്ടും ഒരു അട്ടിമറി പാകിസ്ഥാനിൽ ഉടലെടുക്കുമോ എന്ന് കൂടി, അസീം മുനീറിന്റെ നേതൃത്വത്തിൽ ഉടലെടുക്കുമോ എന്ന് കൂടി നമുക്ക് കണ്ടറിയണം. അതാണ് മിഥുൻ തുടരുക. ഇപ്പോൾ നമുക്ക് പാകിസ്ഥാന്റെ അസ്ഥിരത സംബന്ധിച്ച ഒരു വാർത്തയിലേക്ക് കൂടി പോകണം. പാകിസ്ഥാൻ ദേശീയതയിലെ വിള്ളൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മറയും നീക്കി പുറത്തു വന്നത്. ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറെടുത്ത് പാകിസ്ഥാന് സ്വന്തം ജനതയിൽ നിന്ന് തന്നെ രൂക്ഷമായ ആക്രമണം നേരിടേണ്ടി വന്നു. അടിച്ചമർത്തലുകൾക്കെതിരെ പാകിസ്ഥാനിലെ പല കോണുകളിലും പ്രതിഷേധം ഉയർന്നു. ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ ഒരു കാര്യം വ്യക്തമായി: പാകിസ്ഥാന് ഒരു ദേശമെന്ന വികാരമില്ല. പാകിസ്ഥാൻ വീഴുന്നു എന്ന് കണ്ട മാത്രയിൽ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ബലൂച്ച് എഴുത്തുകാരനായ മിർ യാർ ബലൂച്ച് ഡൽഹിയിൽ ബലൂച്ച് എംബസി അനുവദിക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. മേഖലയിലേക്ക് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയെ വിളിച്ചു. തങ്ങളുടെ സ്വാതന്ത്ര്യം ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കണമെന്ന് വ്യക്തമാക്കി. ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ ക്വറ്റയിൽ നിയന്ത്രണം BLA പിടിച്ചെടുത്തു. പാകിസ്ഥാൻ പതാക താഴ്ത്തി. ബലൂച്ച് ആർമിയുടെ പതാക ഉയർത്തി. പാകിസ്ഥാൻ സൈനികരെ BLA തടഞ്ഞു. 7 സൈനികരെ വധിച്ചു. തടവുകാരെ മോചിപ്പിച്ചു. അതിനു മുമ്പ് അവർ സൈനിക വാഹനത്തെ സ്ഫോടനം നടത്തി തകർത്തു. സംഘർഷഭരിതമായ അതിർത്തിയിൽ വെടിവെപ്പ് നടക്കുമ്പോൾ ഖൈബർ പഖ്തുങ്കയിലെ ജനങ്ങൾ മാറി നിന്നു. പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യമല്ലെന്നും ഈ യുദ്ധം പാകിസ്ഥാനെ തകർച്ചയിലേക്ക് നയിച്ചാൽ അങ്ങനെയാകട്ടെ എന്നും അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു.